ഇന്നത്തെ സെഷനിൽ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 1ലെ ഒരു പോർഷനാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് ബന്ധപ്പെടുത്തി ഏതൊക്കെ പാർട്സ് ഉണ്ട്, ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കാണുന്ന ഈ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലോട്ട് എത്തിയത് വോൺ ന്യൂമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ആ ഒരു മോഡലിനോട് സിമിലറായിട്ട്, അല്ലെങ്കിൽ ആ മോഡൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വോൺ ന്യൂമാൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. എന്തൊക്കെയുണ്ട് അതിൻ്റെ പാർട്സ്, അതിനോട് ബന്ധപ്പെടുത്തി ഏതൊക്കെ പാർട്സുകൾ പറയാം എന്നുള്ളതൊക്കെ വോൺ ന്യൂമാൻ്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന പാർട്സാണ് ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, പിന്നെ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഉള്ളിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്. കൺട്രോൾ യൂണിറ്റ്, അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, പിന്നെ മെമ്മറി, പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ പറയുന്നതിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, മെയിൻ ഭാഗമായ CPUൻ്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റ്, അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, പിന്നൊരു മെമ്മറി. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഓരോ നമ്മളെങ്ങനെയാണ് അതിൽ ഡേറ്റ കൊടുക്കുക, അതെങ്ങനെ ഡേറ്റ ഔട്ട്പുട്ടായിട്ട് വരിക, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ അത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ആർക്കിടെക്ചർ കൊണ്ടുവന്നത് വോൺ ന്യൂമാനാണ്. ഇനി നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം ഫങ്ഷണൽ യൂണിറ്റ്സ്, നെയിംലി ഇൻപുട്ട് യൂണിറ്റ്, CPUൻ്റെ ഫുൾ ഫോമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. അതിലാദ്യത്തേതാണ് ഇൻപുട്ട് യൂണിറ്റ്. എന്താണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്ന ജോലി? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുക, അതാണ് ഇൻപുട്ട് എന്ന് പറയുക. അപ്പോൾ ഡേറ്റ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ചില ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ്, കീബോർഡ്, മൗസ് പോലത്തെ ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഇൻപുട്ട് യൂണിറ്റ് വഴി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കുന്നു. അതാണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്ന ജോലി. ദ ഡേറ്റ കളക്റ്റഡ് ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ പ്രോസസ്സിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ ത്രൂ ദി ഇൻപുട്ട് യൂണിറ്റ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും, എന്തിനു വേണ്ടിയിട്ട് ഡേറ്റ ഇൻസ്ട്രക്ഷൻസും കളക്ട് ചെയ്യുക? നമ്മൾ എന്താണ് തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ കിട്ടുക. അപ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്നു. ദേ ആർ സ്റ്റോർഡ് ഇൻ ദി മെമ്മറി, സ്റ്റോറേജ് യൂണിറ്റ്. അങ്ങനെ കളക്ട് ചെയ്ത് ഇൻപുട്ട് യൂണിറ്റ് വഴി കൊടുത്ത ഡേറ്റ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ മെമ്മറി കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. ദ ഡേറ്റ മേ ബി ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് നമ്പർ, ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എക്സെട്ര. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്ത ഡേറ്റകൾ എന്ത് ഫോർമാറ്റിൽ, നമ്പർ ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, ഓഡിയോ, വീഡിയോ, ഇതിനെല്ലാം നമ്മൾ ഡേറ്റ എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള ഡേറ്റകളെ നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡേറ്റകളെ ഇൻപുട്ട് യൂണിറ്റ് വഴി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കുന്നു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് യൂണിറ്റാണ് കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ. ഇതൊക്കെ നമ്മൾ ഇൻപുട്ട് ഡിവൈസുകളായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ജോലി? ഇൻ ഷോർട്ട്, ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ് ആർ എന്തൊക്കെയാണ്? accepts instructions and data from the outside world. പുറത്തുനിന്നുള്ള ഡേറ്റകളും ഇൻസ്ട്രക്ഷൻസും കളക്ട് ചെയ്തിട്ട് converts these instructions and data to a form acceptable to the computer. ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഹ്യൂമൻ റീഡബിൾ ഫോമിലായിരിക്കും. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സപ്ലൈസ് ദീസ് കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടു ദി കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ്. അങ്ങനെ പുറത്തുനിന്ന്
ഹ്യൂമൻ റീഡബിൾ ഫോമിലോട്ടുള്ള ഡേറ്റനെ കളക്ട് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിന് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇതാണ് 3 ജോലികൾ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുക. പുറത്തുനിന്ന് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡേറ്റേനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മിഷൻ ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് കമ്പ്യൂട്ടറിന് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇതാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ജോലി. ഇനി ഇൻപുട്ട് യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ് ഇറ്റ് ഈസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ഏതാണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ? CPUനെയാണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുക. ഓൾ മേജർ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കമ്പാരിസൺസ് ആർ മെയ്ഡ് ഇൻസൈഡ് ദി CPU. എല്ലാ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കമ്പാരിസൺസും കമ്പ്യൂട്ടേഷൻസും ഒക്കെ നടക്കുന്നത് CPUവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ CPU ഒറ്റയ്ക്കൊരു ഘടകമാണ് അല്ല. CPUവിൻ്റെ ഉള്ളിൽ 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഈ 3 കൂടി അടങ്ങുന്നതാണ് CPU എന്ന് പറയുക. ഇതിൻ്റെ ജോലി എന്താ? ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മറ്റുള്ള യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ജോലികളും CPUവിനാണ്. അപ്പോൾ CPU ആണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. CPU ആണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഇനി ഓരോന്നും എന്താണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU. അതിൻ്റെ ജോലി എന്താ? ആക്ച്വൽ ഓപ്പറേഷൻസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദി അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് സച്ച് എസ് കമ്പാരിസൺസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളോട് ഒരു ഡേറ്റ കൊടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് ഇൻഫോർമേഷനായിട്ട് മാറും. ആ പ്രോസസ്സിൽ എന്തൊക്കെ വരാം? കാൽക്കുലേഷൻസ് വരാം, കമ്പാരിസൺസ് വരാം, ടാബുലേഷൻസ് വരാം, ഫിൽറ്ററിങ് വരാം, സോർട്ടിങ് വരാം. എന്തായിക്കോട്ടെ, അങ്ങനെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റാണ് ചെയ്യണത്. കാൽക്കുലേഷൻസ്, ടാബുലേഷൻസ്, ക്ലാസിഫിക്കേഷൻസ് എന്തായിക്കോട്ടെ, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റേനെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്നതാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. എല്ലാ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് എവിടെ നടക്കുക? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ. The data and instructions stored in the storage unit are transferred to the ALU and the processing take place in it. നമ്മൾ നേരത്തെ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് കൊടുത്ത ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റിൽ കിടപ്പുണ്ട്. ആ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ആ ഡേറ്റനെ എടുത്തിട്ട് ALU അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ പ്രോസസ്സിംഗ് എന്നുള്ളൊരു സ്റ്റെപ്പ് എവിടെ നടക്കുക? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ. Intermediate results produced by the ALU are temporarily transferred back to the storage and are retrieved later when needed for further processing. അതുപോലെ തന്നെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ചെയ്യുന്ന ജോലികൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആവണം എന്നില്ല. ഒരു താൽക്കാലികമായ ജോലി അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും ചിലപ്പോൾ ALU പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ പകുതി ചെയ്ത് വെച്ചിരിക്കുന്ന ജോലികൾ എന്ത് ചെയ്യും? പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പിന്നീട് നമുക്കതിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും തിരിച്ചെന്ത് ചെയ്യും? ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും വേണമെങ്കിൽ ALU കൊണ്ടുവന്ന് എന്ത് ചെയ്യും? സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിലേക്ക് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് വഴി കൊടുത്ത ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് എടുക്കാനും അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ചെയ്ത ജോലികളിൽ കിട്ടിയ ആൻസറിന് തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനും ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ബന്ധം അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും സ്റ്റോറേജ് യൂണിറ്റും തമ്മിൽ ഉണ്ട്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പാണ് മെയിനായിട്ട് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ചെയ്യുക. ഇനി സെൻട്രൽ CPUവിൽ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിന്
അതിന് നമ്മൾ പറയും ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബാക്കി എല്ലാ യൂണിറ്റുകളെയും ഓവറോൾ മാനേജ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ് കൺട്രോൾ യൂണിറ്റിന്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ജോലികളുണ്ട്. അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ അത് ആക്ടിവേറ്റ് ആവണം എന്നുള്ളത് കൺട്രോൾ യൂണിറ്റ് അതത് യൂണിറ്റുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴാണ് അവരത് ആ യൂണിറ്റ് അത് ഇൻവോക്ക് ആവുക. അല്ലെങ്കിൽ ആ യൂണിറ്റ് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യണമെങ്കിൽ കൺട്രോൾ യൂണിറ്റ് കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് അതത് യൂണിറ്റുകൾക്ക് കൊടുക്കണം. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലി മറ്റുള്ളവരെ കൊണ്ട് കറക്റ്റ് സമയത്ത് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈച്ച് ഓഫ് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ ബട്ട് നൺ ഓഫ് ദീസ് വിൽ പെർഫോം ദ ഫങ്ഷൻ അണ്ടിൽ ഇറ്റ് ആസ്ക് ടു. അവരോട് ആ ജോലി, ഓരോരുത്തർക്ക് അവരുടേതായ ജോലിയുണ്ട്. പക്ഷേ ആ ജോലി ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റ് അതിനൊന്ന് ഇൻവോക്ക് ചെയ്യണം. ദിസ് ടാസ്ക് ഈസ് അസൈൻ ടു ദി കൺട്രോൾ യൂണിറ്റ്. ഇറ്റ് ഇൻവോക്സ് ദ അതർ യൂണിറ്റ്സ് ടു ടേക്ക് ചാർജ് ഓഫ് ദി ഓപ്പറേഷൻ ദേ ആർ അസോസിയേറ്റഡ് വിത്ത്. അവരവരുടെ ജോലി എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നതും അതനുസരിച്ചിട്ട് അപ്പോഴായിരിക്കും ആ യൂണിറ്റുകൾ അവരുടെ ജോലി പെർഫോം ചെയ്യുക. അതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലി. ഇനി മൂന്നാമത്തേതാണ് CPU-ൻ്റെ ഉള്ളിലുള്ള മൂന്നാമത്തെ ഘടകമാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിലുണ്ട്. എന്നാലും ജസ്റ്റ് അറിയാം, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ CPU-ൻ്റെ ഉള്ളിലുള്ള ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ. വൺ വേർഡായിട്ട് ചോദിക്കാറുള്ളതാണ്. CPU-ൻ്റെ ഉള്ളിലുള്ള ടെമ്പററി, താൽക്കാലികമായിട്ട് ഡേറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്മോൾ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ there are variety of registers each designated to store unique items. ലൈക്ക് ഓരോ പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ചില രജിസ്റ്റേഴ്സ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, ചില രജിസ്റ്റേഴ്സ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ, ചില രജിസ്റ്റേഴ്സ് മെമ്മറി സ്റ്റോർ ചെയ്യാൻ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഒക്കെ പെട്ടെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി CPU-ൻ്റെ ഉള്ളിൽ തന്നെയുള്ള ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സിലെ ആദ്യത്തെ ഭാഗം ഇൻപുട്ട് യൂണിറ്റ്, രണ്ടാമത്തെ ഭാഗമാണ് CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിൽ 3 ഭാഗങ്ങളാണ്. ഒന്ന് അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രണ്ടാമത്തേതാണ് കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത്തേതാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ 2 ഭാഗങ്ങൾ നോക്കി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ്. നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താ? നമ്മൾ ഇന്ന് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റകൾ നാളെ നമുക്ക് വീണ്ടും കിട്ടണം. അല്ലാണ്ട് ഇന്ന് സ്റ്റോർ ചെയ്തിട്ട് നാളെ നോക്കുമ്പോൾ അത് കാണാണ്ടാവരുത്. അപ്പോൾ എന്താണ്, എവിടെയോ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ മെയിൻ ഒരു ഭാഗമാണ് മെമ്മറി. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റകൾ മെമ്മറിയുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് സ്റ്റോറേജ് യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു? നമ്മൾ എന്താണ് ഇൻപുട്ട് യൂണിറ്റ് വഴി കൊടുക്കുന്ന ഡേറ്റകൾ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നിട്ട് അടുത്തത് എന്താ, സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് എന്താണ് ALU ആവശ്യത്തിനുള്ള ഡേറ്റകൾ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ആയതോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സോ തിരിച്ച് എന്ത് ചെയ്യുന്നു, ALU കൊണ്ടുവന്ന് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദി കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് യൂണിറ്റ് ആർ സ്റ്റോർഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ബിഫോർ ആക്ച്വൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡേറ്റകൾ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദ ഇൻഫോർമേഷൻ ഓർ റിസൾട്ട്സ് produced after processing are also entered inside the computer before transferring to the output unit. ഔട്ട്പുട്ട് യൂണിറ്റ് വഴി നമ്മൾ റിസൾട്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ ഈ കിട്ടിയ ഇൻഫോർമേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതുകൂടാണ്ട് ദ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇഫ് എനി മസ്റ്റ് ഓൾസോ ബി സ്റ്റോർഡ് ഫോർ ഫർദർ പ്രോസസ്സിങ്. നമ്മൾ ചെയ്തിരിക്കുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ അനുസരിച്ചിട്ട് റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിലും ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഒരു പാർഷ്യൽ റിസൾട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതുകൊണ്ടുവന്ന് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എന്ത് ഡേറ്റകളും എന്ത് ഇൻഫോർമേഷനും എന്ത് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് അത് റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ
ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ജോലി ഇൻപുട്ട് യൂണിറ്റ് കൊടുക്കുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ഔട്ട്പുട്ട് കിട്ടുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി സ്റ്റോറേജ് യൂണിറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് സ്റ്റോറേജ് യൂണിറ്റ്? പലതരത്തിലുള്ള മെമ്മറികളുണ്ട് കമ്പ്യൂട്ടറിന്. സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അല്ലെങ്കിൽ സ്ഥിരമായിട്ടല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയാം പ്രൈമറി മെമ്മറി. ഹ്യൂജ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഓർക്കാം പ്രൈമറി മെമ്മറിയിൽ എന്തൊക്കെയുണ്ട്, സെക്കൻഡറി മെമ്മറിയിൽ എന്തൊക്കെയുണ്ട് നോക്കാം. അതിന് മുമ്പ് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ജോലികൾ എന്തൊക്കെയാണ്? ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിങ്. നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് വഴി കളക്ട് ചെയ്ത ഡേറ്റയും ഇൻസ്ട്രക്ഷനെയും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഫോർ ഓൺ ഗോയിങ് പ്രോസസ്സ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ്ങിൻ്റെ താൽക്കാലികമായ റിസൾട്ടുകൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് നമുക്ക് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി സ്റ്റോറേജ് യൂണിറ്റ് കംപ്രൈസസ് ഓഫ് 2 ടൈപ്സ്. 2 തരത്തിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജാണ്. പ്രൈമറി സ്റ്റോറേജ് 2 എണ്ണം ഉണ്ട്, റാമും റോമും. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി, റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഒൺലി മെമ്മറി. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പതിയെ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം മെമ്മറിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം നോക്കുക. പ്രൈമറി മെമ്മറി, അതിൽ 2 മെമ്മറി ഉണ്ട്, റാമും ഉണ്ട് റോമും ഉണ്ട്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ നമ്മൾ CD, പെൻ ഡ്രൈവ്, ഇതൊക്കെ സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ CD, DVD ഒക്കെ സെക്കൻഡറി സ്റ്റോറേജും കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള റാം റോമൊക്കെ പ്രൈമറി മെമ്മറിയാണെന്ന് മാത്രം ഇപ്പോൾ അറിയാം. ഇനി അടുത്ത പാർട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സിൽ ഏതൊക്കെ ഭാഗങ്ങൾ നോക്കി? ഇൻപുട്ട് യൂണിറ്റ് നോക്കി, CPU-ൻ്റെ ഉള്ളിലുള്ള 3 ഭാഗങ്ങൾ നോക്കി, അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3ാമത്തെ ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ്. ഇനി 4ാമത്തെ ഭാഗമാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മൾ കൊടുത്ത ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു. സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ALU ആവശ്യാനുസരണം എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ആവശ്യാനുസരണം ആർക്കാണോ വേണ്ടത് അവർക്ക് നമുക്ക് ഈ ഡേറ്റകൾ അല്ലെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതാരാ ചെയ്യണേ? ഔട്ട്പുട്ട് യൂണിറ്റ്. ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് സപ്ലൈഡ് ടു ദി ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദി ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻ എ ഹ്യൂമൻ റീഡബിൾ ഫോം. കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലാണ്. അപ്പോൾ ആ ഡേറ്റേനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലോട്ട് മാറ്റി എന്ത് ചെയ്യണം? പുറത്തുള്ള ആൾക്കാർക്ക് ആവശ്യാനുസരണം ഉള്ള ഫോർമാറ്റിൽ ഔട്ട്പുട്ട് യൂണിറ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സാധാരണ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റിന് ആയിട്ട് യൂസ് ചെയ്യുന്നത് മോണിറ്റർ, പ്രിൻ്റർ ഒക്കെയാണ്. പ്രിൻ്റ് എടുത്ത് കൊടുക്കാനാണെങ്കിൽ പ്രിൻ്റർ യൂസ് ചെയ്യും. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് കണ്ടാൽ മതി ഔട്ട്പുട്ടെങ്കിൽ അത് മോണിറ്റർ ഉപയോഗിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ ചെയ്യണേ? കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷനെ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് അത് ആർക്കാണോ വേണ്ടത്, ഏത് രീതിയിലാണോ വേണ്ടത്, അത് ഔട്ട്പുട്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ജോലി എന്തൊക്കെയാണ്? റിസീവ് ദി റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ CPU is in coded form. Receive the results produced by the CPU. CPU പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കൺവേർട്സ് ദീസ് കോഡഡ് റിസൾട്ട്സ് ടു ഹ്യൂമൻ റീഡബിൾ ഫോം. അങ്ങനെ CPU കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് ചുമ്മാ അങ്ങോട്ട് ഹ്യൂമൻ റീഡബിൾ ഫോമിലാക്കാണ്ട് കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് അത് ഹ്യൂമൻ റീഡബിൾ ഫോമിലോട്ട് ആക്കിയിട്ട് ആർക്കാണോ വേണ്ടത് അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതിലൊരു 2 ടോപ്പിക്ക് കൂടിയുണ്ട്, അതും കൊണ്ട് മിസ് പറഞ്ഞിട്ട് നിർത്തും. ഇനി അടുത്തത് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സർ. അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട. നമ്മൾ സാധാരണ ഒരാൾ അല്ലെങ്കിൽ 1-2 ആൾക്കാരോട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് നിങ്ങളോട് പ്രോസസ്സ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തൊക്കെ റെഡിയാക്കാൻ പറഞ്ഞാൽ നമ്മൾ അത് വരച്ചുണ്ടാക്കിയൊക്കെ വരുമ്പോൾ കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ എറർ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതേസമയം ഈ ഡേറ്റനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന് കൊടുത്താൽ കമ്പ്യൂട്ടർ എന്താ ചെയ്യണം? പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ട് എറർ ഒന്നുമില്ലാണ്ട്
നമുക്ക് ചെയ്തു തരും. അപ്പോൾ മാനുവലി മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ടും എറർ ഫ്രീ ആയിട്ടും ചെയ്യാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് എന്തുകൊണ്ടും മനുഷ്യനേക്കാൾ നല്ലത് ആരാണ്? കമ്പ്യൂട്ടറാണ്. അത്ര ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സർ. We have seen the activities involved in data processing and identify the different stages in data processing. നമ്മൾ ഓൾറെഡി നോക്കി. ഡേറ്റ കളക്ട് ചെയ്യുക, ഇൻപുട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രോസസ്സ് ചെയ്യുക, ഔട്ട്പുട്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് മനുഷ്യൻ ചെയ്യുന്നത്. ഇതാണ് ഡേറ്റ പ്രോസസ്സിങ് സ്റ്റെപ്സ്. ഇത് മനുഷ്യൻ ചെയ്യുമ്പോൾ ഇമാജിൻ ദ സിറ്റുവേഷൻ വേർ ഹ്യൂമൻസ് ആർ ഇൻവോൾവ് ഇൻ ദി സ്റ്റേജസ് ഫോർ പെർഫോമിങ് ദി ഓപ്പറേഷൻസ് ചെയ്യാൻ മനുഷ്യനെ ഇൻവോൾവ് ചെയ്യിച്ച എന്താ കുഴപ്പം? ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് വി വിൽ നോട്ട് ഗെറ്റ് ദി ഇൻഫോർമേഷൻ ഓൾവേസ് in time and without any error all the time. എപ്പോഴും മിക്കപ്പോഴും എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ടൈംലി നമുക്കത് കിട്ടണം എന്നില്ല. സോ from the discussions we had so far, computers can be considered as the best data processing machine. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് നമ്മളെക്കാൾ നല്ലത് ആര് തന്നെയാണ്? കമ്പ്യൂട്ടറിന്. എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. എന്താണ്, പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടാനും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാനും എന്തുകൊണ്ടും മനുഷ്യനേക്കാൾ നല്ലത് കമ്പ്യൂട്ടർ തന്നെയാണ്. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറും കൂടി പറഞ്ഞു നിർത്തുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മളതിൽ നോക്കുക കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ ലിമിറ്റേഷനും. ഇത് 3 മാർക്കിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ മെയിൻ ഹെഡിങ്ങുകളായെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. ഉള്ളില്ല എക്സ്പ്ലനേഷൻ എഴുതണം എന്ന് നിർബന്ധമില്ല. ഓൺ വേർഡ്സിൽ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ അഡ്വാൻറ്റേജിൻ്റെ പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക, ലിമിറ്റേഷൻസിൻ്റെ പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. അഡ്വാൻറ്റേജിൽ ഒന്നാമത്തതാണ് കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ ചെയ്യണേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മനുഷ്യൻ കുറേ മാസങ്ങളും വർഷങ്ങളും എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. അക്യുറസി. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമാറ്റിക് ഓപ്പറേഷൻ വിത്ത് എ വെരി ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി. വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ നമ്മളെക്കാൾ പെട്ടെന്ന് കമ്പ്യൂട്ടറിന് സാധിക്കും. അക്യുറസി അതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അത് ആ അക്യുറസി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? അതിന് എററുകൾ ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ്. ഡെലിഗൻസ് അടുത്ത പോയിൻ്റാണ്. സിൻസ് കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് അവേഴ്സ് അൺടയറിംഗ്ലി. ഒരു ടയേർഡ്നെസ്സും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും കമ്പ്യൂട്ടറിന് ഒരു മടുപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റും. അതേസമയം മനുഷ്യനാണെങ്കിൽ എന്താ, കുറേ നേരം കഴിഞ്ഞ് ഒരേ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അല്ലെങ്കിൽ ഒരേ ടീച്ചർ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുത്ത് നമ്മളുടെ മനസ്സ് ആകെ മടുക്കൂലേ. പക്ഷെ അങ്ങനത്തെ മടുപ്പും കാര്യങ്ങളൊന്നും ആർക്കില്ല കമ്പ്യൂട്ടറിനില്ല. എത്ര നേരം വേണമെങ്കിലും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള, മടുപ്പില്ലാണ്ട് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി കമ്പ്യൂട്ടറിനുണ്ട്. അതാണ് ഡെലിഗൻസ്. വെർസാറ്റിലിറ്റി അടുത്ത പോയിൻ്റാണ്. കമ്പ്യൂട്ടർ ക്യാൻ ബി used to perform many different tasks of processing, many different kinds of processing tasks. It is a general purpose data processing machine. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ്, മൾട്ടി ടാസ്കിങ് ആണ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് കമ്പ്യൂട്ടറിനോട് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി കമ്പ്യൂട്ടറിന് ഉണ്ട്. ഇനി അടുത്തത് ആണ് ഹ്യൂജ് മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എത്ര ഡേറ്റകൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ഒരു മെമ്മറി ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഹാസ് എനോമസ് മെമ്മറി കപ്പാസിറ്റി. ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് മെമ്മറി ഫോർ പ്രോസസ്സിങ്. നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഡേറ്റകൾ സ്റ്റോർ ചെയ്യണോ, എത്ര ഡേറ്റകൾ വേണമെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു മെമ്മറി ഉണ്ട്. ഇനിയിപ്പോൾ മെമ്മറി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് സ്പീഡ്, അക്യുറസി, ഡെലിഗൻസ്, വെർസറ്റൈൽ, ഹ്യൂജ് മെമ്മറി. ഇത്രയും ഓർക്കുക. അതുപോലെ ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 1-2 ഡ്രോബാക്സും ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് IQ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. IQ എന്ന് പറഞ്ഞാൽ മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് കമ്പ്യൂട്ടർ ഹാസ് സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ്. ഹവർ ദിസ് ഈസ് നോട്ട് ട്രൂ. എ കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഹാവ് നാച്ചുറൽ ഇൻ്റലിജൻസ് ആസ് ഹ്യൂമൻസ് ഹാവ്. നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി കമ്പ്യൂട്ടറിനില്ല. നമ്മൾ എന്ത് പറയുന്നു, എന്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതനുസരിച്ചിട്ടും കൂടി നമുക്ക് ഉത്തരം തരും. അല്ലാണ്ട് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അറിയാനുള്ളൊരു കേപ്പബിലിറ്റി
ഇതുവരെയുള്ള കമ്പ്യൂട്ടറിനില്ല, ഭാവിയിൽ ഉണ്ടാവാം, ഇപ്പോൾ ഇല്ല. ഇനി ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് അത് പ്രവർത്തിക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഇതുവരെയുള്ള കമ്പ്യൂട്ടറിനായിട്ടില്ല. ഭാവിയിൽ 5th ജനറേഷനിൽ ഇതൊക്കെ ഓവർകം ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് വരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ, നമ്മൾ മനുഷ്യരെടുക്കുന്ന പോലെ ഇത് ശരിയോ തെറ്റോ ആണ്, ശരിയാണെങ്കിൽ ഈ ഡിസിഷൻ, തെറ്റാണെങ്കിൽ ഇങ്ങനെ എന്നുള്ളൊരു വേർതിരിവൊന്നും കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് ഇതുവരെയുള്ള കമ്പ്യൂട്ടേഴ്സിനായിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സർ ചോദിക്കാറുണ്ട്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ചിലപ്പോൾ 5 മാർക്കിന് essay ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സെഷനിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുക. കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറി സെഷൻ. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ കുറേ പ്രോബ്ലംസ് ആണ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.